ഹായ് ഡിയേഴ്സ്, ഇന്ന് ചെറിയൊരു യാത്രാ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ നമ്മുടെ കാലിക്കരി ബീച്ചിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. മെയിനായിട്ട് ഫുഡിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. ആദ്യം നമ്മൾ പോയത് അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ബോളി കിട്ടുന്ന ഷോപ്പുണ്ടല്ലോ, അങ്ങോട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് ടൈപ്പ് പായസം നമുക്കവിടെ കിട്ടും. പക്ഷെ ഞാൻ എപ്പോഴും പോകുമ്പോൾ അവിടുന്ന് വാങ്ങാറുള്ളത് നമ്മുടെ പാലടപ്രഥമൻ തന്നെയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കണേ. നമ്മൾ മെയിൻ ബീച്ച് ഏരിയയുടെ ഒരു കിലോമീറ്റർ അപ്പുറത്തൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഷോപ്പ് കാണാൻ പറ്റും. അവർ ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോളി നമുക്ക് ചൂടാക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെച്ച് അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു പായസത്തിൻ്റെ കിണ്ണം കൂടെ വെച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ പായസം അതിൻ്റെ മേലെ ഒഴിച്ച് അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതുപോലെ മിക്സാക്കി നമുക്ക് കഴിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെയിൻ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തേന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന ഷോപ്പുകളൊക്കെ ഇപ്പോൾ കുറച്ച് അപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏത് ദിവസം ചെന്നാലും നല്ല തിരക്കാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ. അവിടെ എത്തിയിട്ട് ഫസ്റ്റ് ഞാൻ കഴിച്ചത് നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തതാണ്. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സാണിത്. സത്യം പറഞ്ഞാൽ ഇത് കഴിക്കാനായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് തന്നെ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ ഒരു സംഭവം വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ കിളികളൊക്കെ അവിടെ പാറി നടക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ചായയും വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ചായയായിരുന്നു. പിന്നെ കോളിഫ്ലവറിൻ്റെ ഫ്രൈയും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. മുളക് ബജിയും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റുള്ള മുളക് ബജിയായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. പലവിധ കടകൾ നമുക്കവിടെ കാണാൻ പറ്റും. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ അച്ചാറുകൾ, ഇതൊക്കെ നമുക്കവിടെ കിട്ടും കേട്ടോ. കുറച്ച് കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ അവിടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ടോയ്സൊക്കെ വാങ്ങി അതിൽ മണ്ണൊക്കെ നിറച്ചിട്ട് അവർ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചു. ഒരുപാട് ആൾക്കാർ വ്യൂ ഒക്കെ ആസ്വദിക്കാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് അവിടെ ബോട്ട് സർവീസും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ അതിൽ കയറിയിട്ട് നമ്മുടെ കടലിൽ ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചൊരണ്ടൈസും കൂടെ വാങ്ങിയിട്ടുണ്ട്. സ്വീറ്റ് ടേസ്റ്റുള്ള ചൊരണ്ടൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് സൂര്യാസ്തമയത്തിൻ്റെ ടൈമൊക്കെ ആയി തുടങ്ങി. ഈ ഒരു സീൻ വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. മക്കളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആഘോഷിക്കുന്നത്. അവർ അതിൽ ആടിത്തിമിർത്ത് കളിച്ച് ആസ്വദിക്കുകയാണ്. ഒരുപാട് കുട്ടികളുണ്ട് വെള്ളത്തിലിങ്ങനെ കളിക്കാനായിട്ട് വന്നവർ. ഒരുപാട് ജില്ലയിൽ നിന്ന് എവിടെ നിന്നൊക്കെയോ വന്നിട്ടുള്ള പല പ്രായത്തിലുള്ള കുട്ടികളും അതിലുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും നമ്മുടെ ആ പഴയ കാലത്തിലോട്ടൊന്ന് തിരിച്ചു പോയിരുന്നെങ്കിലൊന്നൊരു ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ടല്ലേ. ഒന്നും അറിയാത്ത നിഷ്കളങ്കമായ ആ ഒരു പ്രായം. നേരത്തെ പോയിട്ടുണ്ടായിരുന്ന ബോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ബോട്ട് സർവീസ് നടത്താൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും അതും നമ്മളൊന്ന് ട്രൈ ചെയ്യും. അങ്ങനെ കുറേ നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം രാത്രി ആയിട്ടാണ് നമ്മൾ പോന്നപ്പോൾ. പോരാൻ നേരം അവിടെ ഉണ്ടായിരുന്ന ഹോട്ട് ചോക്ലേറ്റും ഞങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ നൈറ്റ് വ്യൂ.
അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.